ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് ഷോപ്പിംഗ് പോവാൻ. മുഖമൊക്കെ എന്തോ മാതിരിയായിട്ടുണ്ട്, പക്ഷെ ഫ്രഷായി. രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് ഒത്തിരി ഉറങ്ങിയപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിയിട്ട് അതിനൊന്ന് ഷോപ്പിങ്ങിനൊരു മജ വരുന്നു. ഞങ്ങൾ ക്രാബ് ബുക്ക് ചെയ്തിട്ട് സൈഗൺ സ്ക്വയർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഫുൾ കവേർഡാണ്, മഴ പെയ്താലും കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിൽ എ സിയും ഉണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അവർക്ക് തീരെ ഇംഗ്ലീഷും കൂടെ മനസ്സിലാവുന്നില്ല, പിന്നെ അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് വലിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ഈ മാർക്കറ്റിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ റേറ്റിന് നമ്മൾ ബാർഗനിങ് ചെയ്യണം, നല്ലോണം ചെയ്യണം. അവര് 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് വീടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ നമ്മൾ അത്രയും കുറപ്പിക്കണം. അങ്ങനെയാ നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ ലാജ്പത് മാർക്കറ്റും പിന്നെ സരോജിനി മാർക്കറ്റ് ഡൽഹിയിലുള്ള പോലെ തന്നെ ബാർഗനിങ് ഉണ്ട്. ഇത് സൈഗൺ സെൻറ്റർ മോളാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. രാത്രി നേരത്തെ നല്ല വൈബ്രൻ്റ് ആയിരിക്കും അവിടെ, നല്ല കളർഫുള്ളാണ്. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് സ്ട്രീറ്റൊക്കെ കാണാൻ. അവിടെ എല്ലാ ആൾക്കാരും രാത്രി എന്തായാലും ഒന്ന് വാക്കിങ്ങിന് എന്തായാലും പോയി ലൈറ്റ് ഇട്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇവിടെ ഈ റൈസായിട്ട് പല കളറുള്ള റൈസായിട്ട് അത് ഒരു വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് മേടിച്ചില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു പിസ്സ 4 പീസിൽ കഴിക്കാൻ പോകണമെന്ന്. പിസ്സ 4 പീസിൽ വന്നിരിക്കുകയാണ് കഴിക്കാൻ. പക്ഷെ വെയിറ്റിംഗ് ആണ് തോന്നുന്നുണ്ട്. ഭയങ്കര ഫേമസ് ആണ് ഇവിടത്തെ, കഴിക്കാണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യണം പറഞ്ഞിട്ട് വന്നിരിക്കുക. പക്ഷെ ഭയങ്കര വെയിറ്റിംഗ്. നമ്മള് സിയോൾ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. സിയോളല്ല, സോൾ. അതന്നെ, സോളിലേക്കാണ് വന്നിരിക്കുന്നത്. അവരത് സംസാരിച്ചിട്ടേ നമ്മുടെ ഇംഗ്ലീഷ് പറഞ്ഞു. ഇതൊരു 100 years പഴയ റെസ്റ്റോറൻറ്റാണ് ഇവിടുത്തെ. അടിപൊളി ഫുഡാണ് കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. ഞാൻ ഈ ചിക്കൻ ചോപ്സ്റ്റിക്കും കൊണ്ടെടുത്ത് കാണിച്ചു തരാം. ഇത് നോക്കൂ ഗൈസ്, നോക്കൂ, നിങ്ങൾ നോക്കണ്ടേ? അതുകൊണ്ട് കണ്ട ഇപ്പം വരില്ല. എന്നിട്ട് എടുക്കുന്നു, ഡിപ്പ് ചെയ്യുന്നു. വലിയ പീസായിട്ട് ഞാൻ കഴിക്കില്ല, കാരണം ഇവിടെയല്ല എനിക്ക് വയറ് നിറഞ്ഞു. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരായിരുന്നു, ചുമ്മാ ഫ്ലെക്സിങ്. അങ്ങനെയാണ്, അടിപൊളി, നല്ല നല്ല എസ്തെറ്റിക്സും അടിപൊളി സ്ഥലം അല്ലേ? എങ്ങനെയുണ്ട് ഗൈസ്? റിവ്യൂ കൊടുക്കും. അടിപൊളി, സൂപ്പർ. അമ്മ റിവ്യൂ കൊടുക്കും നമ്മുടെ വ്യൂവേഴ്സിന്. ഞങ്ങൾ ആക്ച്വലി പിസ്സ കഴിക്കാനാണ് പോയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ പിസ്സ 4 പീസ് കഴിക്കാനാണ് വന്നിട്ടായിരുന്നു. ഞാനാണെങ്കിൽ അവിടുന്ന് കണ്ടിട്ട് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഫുള്ള് കഴിക്കണം, അതന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മൂഡിലായിരുന്നു. ബട്ട് വിയറ്റ്നാമീസ് ക്വിസീൻ ഈസ് ഈക്വലി ഗുഡ്. പിസ്സ കഴിച്ച് നോക്കിയിട്ടില്ല, പിസ്സ കഴിച്ച് നോക്കി പറയാം. പക്ഷേ ഇത് നന്നായിട്ട്. നമ്മളിന്ന് വാങ്ങിച്ചത് ചിക്കൻ ഐറ്റംസാണ് മോസ്റ്റ്ലി എല്ലാം. കാരണം നമ്മൾ അങ്ങനെ ഹാർഡ് കോർ നോൺ വെജിറ്റേറിയൻസ് അല്ല. അച്ഛൻ കഴിക്കും, പക്ഷെ നമ്മളാരും കഴിക്കില്ല. സ്പെഷ്യൽ പറയണം എന്താ വേണ്ടതെന്ന്. ചിക്കനും ബീഫും അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയണം. അതെ, നമ്മൾ സെപ്പറേറ്റായി പറഞ്ഞേ പറ്റൂ. കാരണം ഇവിടെ നമ്മൾ നോർമൽ ഓർഡർ ചെയ്യുമ്പോൾ അവർ പോർക്കും ബീഫും ആണ് തരുന്നത്, ചിക്കൻ അല്ല തരുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അവർ ചിക്കൻ തരും, അല്ലെങ്കിൽ പോർക്ക്, അല്ലെങ്കിൽ ബീഫ്. നമ്മുടെ നാട്ടിലാണ് ബീഫ് എന്നൊന്നും പറയാൻ പറ്റാത്ത. ഗുജറാത്തിലൊക്കെ അടി കിട്ടും. ഫിഷും കഴിക്കില്ല. നമ്മൾ ഫിഷും കഴിക്കില്ല, നമ്മൾ രണ്ടുപേരും ഫിഷും കഴിക്കില്ല. ഓക്കെ, വെളിയിൽ നിന്ന് കഴിക്കാൻ. അച്ഛൻ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ റെഡിയാണ്. എന്നാൽ ശരി, സ്ട്രീറ്റിൽ വെച്ച് കാണാം. നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്തി. ഹോട്ടലല്ല, Airbnb, and we are walking. Oh wait, ഗൈസ്, നമ്മളിപ്പോൾ 7-Elevenലാണ്. 7-Elevenൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ആക്രാന്തം പിടിച്ച മാതിരിയാണ്. നമ്മൾ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തപ്പുക. ഇതാണ് ദ OG സ്മൂത്തി മെഷീൻ. കണ്ടോ? അടിപൊളി. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ Day 1 വീഡിയോ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഞങ്ങൾ നല്ലോണം ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.